ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. പുസ്തകങ്ങളെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപികയുണ്ട് വാണിയംകുളം പനയൂരിൽ. വായിച്ചാലും മതിവരാത്ത പുസ്തകങ്ങൾ ഒരുക്കൂട്ടി വെച്ച് വീട്ടിലൊരു ഹോം ലൈബ്രറി തീർത്ത് ഈ വായനാ ദിനത്തിൽ വായനയുടെ മഹത്വം സമൂഹത്തോട് വിളിച്ചു പറയുകയാണ് എൻ ശോഭന ടീച്ചർ. പുസ്തകങ്ങളെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപികയുണ്ട് വാണിയംകുളം പനയൂരിൽ. വായിച്ചാലും മതിവരാത്ത പുസ്തകങ്ങൾ ഒരുക്കൂട്ടി വെച്ച് വീട്ടിലൊരു ഹോം ലൈബ്രറി തന്നെ സജ്ജീകരിച്ച എൻ ശോഭന ടീച്ചറാണ് വായനയുടെ മഹത്വം സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. പുസ്തകങ്ങളോട് അത്രമേൽ ഇഷ്ടമാണ് ശോഭന ടീച്ചർക്ക്. ചെറുപ്പകാലം മുതലുള്ള പുസ്തകങ്ങളോടുള്ള ചങ്ങാത്തമാണ് വീട്ടിലൊരു ലൈബ്രറി ആരംഭിക്കാൻ വിരമിച്ച അധ്യാപികയായ ശോഭന ടീച്ചറെ പ്രേരിപ്പിച്ചത്. 650-ലധികം പുസ്തകങ്ങളുടെ വലിയ ശേഖരമാണ് ടീച്ചറുടെ ഹോം ലൈബ്രറിയിലുള്ളത്. എത്ര വായിച്ചാലും മതിവരാത്ത പുസ്തകങ്ങൾ. MTയും സുഗതകുമാരി ടീച്ചറും ബഷീറും ബെന്യാമനും KR മീരയും VKNനും ചെറുകാടും ഉൾപ്പെടുന്ന പ്രശസ്തരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ അടങ്ങുന്നതാണ് ഈ വീടിനുള്ളിലെ ലൈബ്രറി. വായനയോടൊരു ആഭിമുഖ്യം തുടങ്ങിയത് ചെറിയ കുട്ടിയാവുമ്പോൾ അമ്മ വീട്ടിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുത്തുമായിരുന്നു. അപ്പൊ ഈ ആഴ്ചപ്പതിപ്പ് വായനയിലൂടെയാണ് ഈ വായനയോടൊരു താല്പര്യം തുടങ്ങിയത്. അന്ന് ആഴ്ചപ്പതിപ്പ് ചമ്പൽക്കാടുകൾ ഒക്കെ വന്നിരുന്ന സമയം. അപ്പൊ അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കുറച്ചും കൂടിയൊക്കെ വലുതായിപ്പോ നമുക്ക് നമ്മുടെ സമ്പാദ്യം വരാൻ തുടങ്ങിയപ്പോ, അതായത് ഞാനൊരു അധ്യാപികയായിട്ട് 19 വയസ്സിൽ ജോലിക്ക് കയറി. അപ്പൊ നമുക്ക് പൈസ വരാൻ തുടങ്ങിയപ്പോ സ്വന്തമായിട്ട് പുസ്തകങ്ങൾ വാങ്ങാൻ തുടങ്ങി. പിന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ഉപന്യാസ മത്സരത്തിന് സമ്മാനം കിട്ടിയ പുസ്തകം മുതൽ ഇപ്പൊ ഇതിലുണ്ട്. അതായത് അന്ന് മുതലുള്ളത് 9 എത്ര കൊല്ലം മുമ്പാവും, ഒരു 10-44 കൊല്ലം മുമ്പ് മുതലുള്ള പുസ്തകങ്ങളുടെ കളക്ഷൻ ഉണ്ട്. എങ്ങനെ പുസ്തകങ്ങൾ കൂടുതലായിട്ടും ഈ മേളകളുടെ ഒക്കെ പരസ്യം കാണുമല്ലോ, പുസ്തകമേളകളുടെ. ആ സമയത്ത് കഴിയുന്നതും അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വാങ്ങും. പിന്നെ ഇവിടെ അടുത്തുള്ള ആർക്ക് വേണമെങ്കിലും പുസ്തകങ്ങൾ ഞാൻ വായിക്കാൻ കൊടുക്കാറുണ്ട്. അത് പക്ഷെ ആദ്യമൊക്കെ എന്തുണ്ടാച്ചാൽ കുറെ പുസ്തകങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ എഴുതി വെച്ചിട്ടേ കൊടുക്കുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. അടുത്തുള്ള ചില കുട്ടികളും അമ്മേരെ ചില അധ്യാപകരൊക്കെ പുസ്തകങ്ങൾ ഇവിടുന്ന് വായിക്കാൻ കൊണ്ടുപോകാറുണ്ട്. പിന്നെ സ്കൂളിൽ റെഫറൻസിന് വേണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പുസ്തകങ്ങൾ അവരെന്നോട് ചോദിച്ചു കൊണ്ടുപോകും. അങ്ങനെയാണ് പുസ്തക കളക്ഷനെ പറ്റി പറയാനുള്ളത്. നെഹ്റുവിന്റെയും ഷേക്സ്പിയറിന്റെയും കഥ പറയുന്ന ലോക പ്രശസ്തമായ ഇംഗ്ലീഷ് പുസ്തക ശേഖരങ്ങളും ഇവിടെയുണ്ട്. കഥയും കവിതയും നോവലുകളും യാത്രാ വിവരണങ്ങളും അടങ്ങുന്ന പുസ്തകങ്ങൾ ഹോം ലൈബ്രറിയിലേക്ക് വിരുന്നെത്തുന്ന വായനക്കാർക്ക് ഉണർവേകുമെന്നത് തീർച്ച. അധ്യാപികയായിരിക്കുമ്പോൾ പനയൂർ TMUP സ്കൂളിലെ ലൈബ്രറി ചുമതല നിർവഹിച്ച അനുഭവമാണ് 15 വർഷം മുമ്പ് വീട്ടിലൊരു ലൈബ്രറി ആരംഭിക്കാൻ ശോഭന ടീച്ചറെ പ്രേരിപ്പിച്ചത്. നീണ്ടകാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും തനിക്ക് ലഭിച്ച വലിയ സമ്പാദ്യങ്ങളിലൊന്നാണ് ഈ ലൈബ്രറി എന്നും ടീച്ചർ സന്തോഷത്തോടെ പറയുന്നു. വിദ്യാർത്ഥിയായിരിക്കെ തനിക്ക് സമ്മാനമായി ലഭിച്ച പുസ്തകം മുതൽ ഈയിടെ പ്രസിദ്ധീകരിച്ച പുതിയ പുസ്തകങ്ങൾ വരെ ടീച്ചറുടെ കൈവശമുണ്ട്. പുസ്തകങ്ങൾ ആവശ്യക്കാർക്ക് വായിക്കാനായി നൽകാനും ടീച്ചർക്കേറെ ഇഷ്ടമാണ്. ഇതിനായി ഒരു രജിസ്റ്ററും സൂക്ഷിക്കുന്നുണ്ട്. വായനകളുടെ വേറിട്ട ലോകങ്ങളിലേക്ക് മലയാളികൾ കടന്നു ചെല്ലുമ്പോൾ ഈ വായനാ ദിനത്തിൽ ടീച്ചർ സമൂഹത്തിന് പകരുന്ന സന്ദേശം വളരെ വലുതാണ്. ഇതിലിപ്പോ ഒരു പകുതിയോളം പുസ്തകം മകൻ വാങ്ങിയിട്ട് അവനും വായനയോട് താല്പര്യം ഉണ്ടാവും വാങ്ങി തന്ന പുസ്തകങ്ങളുണ്ട്. പിന്നെ കൂടുതൽ വായനയിലൂടെ നമ്മളൊക്കെ എന്താ പറയാ, കുറച്ചും കൂടിയൊക്കെ ഇന്നത്തെ കാലം പറയുമ്പോ പല വിഭാഗീയതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനെയൊക്കെ മറികടക്കാൻ വായന സഹായിക്കും. നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സൊക്കെ വലുതാവാൻ വായന സഹായിക്കും. ഒരു ബുക്കിൽ വായിച്ച വരികളാണ് ഓർമ്മ വരുന്നത്. ലെറ്റ്സ് ബിൽഡ് ബ്രിഡ്ജസ് നോട്ട് വാൾസ്. നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള പാലങ്ങൾ പണിയാം, ചുമരുകൾ, വേർതിരിക്കുന്ന ചുമരുകൾ വേണ്ട എന്ന ഒരു വായിച്ച ഒരു കാര്യമാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ വായനയിലൂടെ നമുക്കൊക്കെ കൂടുതൽ അറിവും വിശാലമായ മനസ്സും ഉണ്ടാവട്ടെ എന്ന് ഈ വായനാ ദിനത്തിൽ ഞാൻ ആശംസിക്കുക കൂടി ചെയ്യാണ്. ന്യൂസ് ഡെസ്ക് CCV.